ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്നൊരു അടിപൊളി ചിക്കൻ മയോണൈസ് കറിയുടെ റെസിപ്പി വീഡിയോയുമായാണ് വന്നിട്ടുള്ളത്. പൊറോട്ടയുടെ കൂടെയും ബട്ടൂരയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ഡിഷാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 5 പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അടിച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു സ്മെൽ വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 4 മീഡിയം സൈസ് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇടാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് എടുക്കുന്നത്, അപ്പോൾ അതിനാവശ്യമായ അളവാണ് പറയുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുമ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. സോസ് ആയാലും കെച്ചപ്പ് ആയാലും കുഴപ്പമില്ല. അതും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലൊക്കെ നന്നായി മസാല പിടിക്കുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ചേർക്കാം. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിനാൽ അധികം ചേർക്കേണ്ടതില്ല. ഇനി ഇത് 15 to 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ തിക്കായി ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി വെക്കാം. ചൂടാറിയതിന് ശേഷമാണ് മയോണൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ലൂസായിട്ടുള്ള മയോണൈസ് ആണ് വേണ്ടത്, അതുകൊണ്ട് അധികം ഓയിൽ ചേർക്കേണ്ടതില്ല. ഒരു 1/2 കപ്പ് മയോണൈസ് മതിയാകും. ഇതുപോലെ ലൂസായിട്ടുള്ള മയോണൈസ് ആണ് വേണ്ടത്. നമ്മുടെ ചിക്കൻ കറി ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് വല്ലാത്തങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ലൈറ്റ് ചൂടുണ്ടായാലും പ്രശ്നമില്ല. ചൂടുള്ള കറിയിൽ മയോണൈസ് ഒഴിച്ചാൽ ഗ്രേവി വല്ലാത്തങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് ചൂടാറിയിട്ട് മാത്രം മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.